ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ മുടി വെട്ടാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ 1.5 വർഷത്തിന് ശേഷമാണ് മുടി വെട്ടാനായിട്ട് പോകുന്നത്. കുറേ ആയിട്ട് വെട്ടണം എന്ന് വിചാരിക്കും, പിന്നെ വേണ്ട, പിന്നെ കുറച്ച് ദിവസം കഴിയട്ടെ, അങ്ങനെ നീട്ടി ലാസ്റ്റ് മുടി വെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. മാട്രിക്സ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അങ്ങനെ അവിടെ നമ്മുടെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് അലി ഉണ്ട്. അലി UP-യിലാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ട് 3 വർഷമായിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, എങ്ങനെയാണ് വെട്ടേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താകും എന്നുള്ളത് അറിയത്തില്ല. അങ്ങനെ അലി വെട്ടാനുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ നമ്മുടെ ബാക്കിലുണ്ടായിരുന്ന മുടി, ആ വലിയ മുടി ഡ്രിം ചെയ്യാൻ വേണ്ടിയിട്ട് അലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുടിയാണെങ്കിൽ പെട്ടെന്നൊന്നും ഞാൻ അങ്ങനെ പോവില്ലടാ എന്നുള്ള വാശിയിൽ നിൽക്കുന്നുണ്ട്. ഡ്രിമ്മറാണെങ്കിൽ ചെറിയ രീതിയിൽ അയ്യോ ഞാൻ പെട്ടു എന്നുള്ള രീതിയിലാണ് ഡ്രിമ്മർ നിൽക്കുന്നത്. അപ്പോൾ അലി പറഞ്ഞു, ഇതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല, ഇതൊക്കെ ഞാൻ വെടുപ്പാക്കി തരാം, എന്ത് മുടി എന്നും പറഞ്ഞിട്ട് അലി നമ്മളെ എന്താ പറയുക ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നൊക്കെ. പക്ഷേ സംഭവം എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അലിയോട് ഞാൻ എനിക്കറിയാവുന്ന ഹിന്ദിയിലൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വെട്ടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അലി പറഞ്ഞ് ഓക്കെ ബൈ, സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താവും എന്നുള്ളത് വെട്ടിക്കഴിഞ്ഞാൽ അറിയാം. ഇടയ്ക്കിടയ്ക്ക് അലി പറയുന്നുണ്ട് എന്താണ് ഇത് വെട്ടണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വെട്ടിക്കോ, കുഴപ്പമൊന്നുമില്ല. കാരണം ബാക്കിൽ അത്യാവശ്യം ലെങ്ത്തിലുള്ള ഒരു മുടിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല 1.5 വർഷം ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ലെങ്ത്താണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. അങ്ങനെ അലി ഇനിയൊന്നും നോക്കാനില്ല എന്നും പറഞ്ഞുകൊണ്ട് വെട്ടൽ ആരംഭിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു തന്നെയാണോ ആശാൻ വെട്ടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഫസ്റ്റത്തെ ആ ഒരു വരവ് ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ വെട്ടുന്നത് ഇനിയിപ്പോൾ അലിക്ക് വല്ല പണിയും തരുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്കറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ പറഞ്ഞപ്പോൾ അങ്ങേര് മലയാളത്തിൽ ഇങ്ങോട്ട് ചെറിയ രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഞാൻ മലയാളം അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് കുറച്ചറിയാം, ഏകദേശം ഞാനൊരു 3 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഈ വെട്ടുന്ന ഷോപ്പിൽ തന്നെ 3 വർഷമായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യമൊക്കെ മലയാളമൊക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നുകൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടോ, എങ്ങനെയൊക്കെയാണ് വെട്ടേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അലി എന്ത് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ വെട്ടിത്തരും എന്നുള്ളതൊക്കെ നമുക്കറിയാം. കാരണം കുഴപ്പമൊന്നുമില്ല തോന്നുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഈ തിരക്ക് കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ നീട്ടി കൊണ്ടുപോയിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ തിരക്കൊന്നും നോക്കണ്ട, വെട്ടാന്നുള്ള രീതിയിൽ തന്നെയാണ് വീണ്ടും ഞാൻ അവിടെ ചെന്നത്, തിരക്കില്ലാത്തൊരു സമയം നോക്കിയിട്ട്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അലി ഇതൊന്നും കേൾക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാനിടയ്ക്ക് ഓരോ ഹിന്ദിയും കാര്യങ്ങളൊക്കെ ചോദിക്കും, ഹിന്ദിയിൽ എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചു, എനിക്കറിയാവുന്ന ഹിന്ദിയിൽ. അപ്പോൾ UP-യിൽ എന്നൊക്കെ പറഞ്ഞ് അലിയുടെ ബ്രദർ ഇവിടെ വൈറ്റ്ലയിൽ ഇതേപോലെ ഒരു ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് നാട്ടിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഒന്ന് വന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതൊക്കെ ഓക്കെ. ഇനി മുടി എങ്ങനെ സെറ്റാക്കി തരില്ലേ, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ മുട്ട അടിക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞാൽ അതൊന്നും പേടിക്കണ്ട, നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തരാം. വെട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു നോക്ക്, അല്ലെങ്കിൽ കണ്ടു നോക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ ഒരുവിധം ഓക്കെ, മനസ്സിലൊരു വിശ്വാസമുണ്ട്. എന്നാൽ ചെറിയൊരു വിശ്വാസക്കുറവും ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദിയിൽ ഇപ്പോൾ എനിക്ക് പറഞ്ഞ് എങ്ങനെ വെട്ടിക്കേണ്ടതെന്നുള്ളത് അറിയാത്ത കാരണം കൊണ്ട് ഞാൻ കൈകൊണ്ടൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് കുറച്ച് ഇവിടെ വെട്ടണം കുറച്ച് അവിടെ വെട്ടണം എന്നൊക്കെയാണ് ഞാൻ ആക്ഷനിലൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അലി വെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊക്കെ അലി വെട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലിടയ്ക്ക് ഞാൻ പറയും കുറച്ച് അവിടെ നീളം കുറവുണ്ട്, ഇവിടെ നീളം കുറവുണ്ട് എന്ന് പറയുമ്പോൾ അലിയുടെ മുഖം ചെറുതായിട്ട് മാറുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാണ്ട് അലി ചിരിച്ച് തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് തിരക്ക് കുറവായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, തിരക്ക് കുറവിൻ്റെ നോക്കിയിട്ടായിരുന്നു ഞാൻ ചെന്നത്. അങ്ങനെ വെട്ടൽ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പരും അറിയാവുന്ന രീതിയിൽ ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇതേപോലെ നല്ല രീതിയിലാണ് വെട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു വിടാം, നല്ല രീതിയിൽ വെട്ടിയാൽ ഓക്കെ ആവുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അലി പറഞ്ഞു വിട്ടോളൂ, ഇത് കഴിഞ്ഞിട്ട് നോക്കി നോക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്, എന്നിട്ട് നിങ്ങൾ പറഞ്ഞു വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സെറ്റ്. അങ്ങനെ ഞാൻ അലിനെ വിശ്വസിച്ച് തലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം നല്ലൊരു രീതിയിൽ തന്നെ ഒരു വി ഷേപ്പൊക്കെ അലി ഇട്ടതാണ് കേട്ടോ. ഞാൻ സ്ലോപ്പ് ചെയ്യാനാണ്, ജസ്റ്റ് സ്ലോപ്പ് ചെയ്ത് വെട്ടിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അലിയുടേതായ ഒരു രീതിയിൽ തന്നെ വെട്ടി തരുന്നുണ്ട്. പിന്നെ ഞാനത് കുഴപ്പമൊന്നുമില്ല, കാണാൻ ബാക്ക് സൈഡ് നല്ല ഭംഗിയുള്ള കാരണം കൊണ്ട് ഞാനത് മാറ്റണമെന്ന് തന്നെ പറഞ്ഞു. കാരണം വെറുതെ ഇനിയിപ്പോൾ മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ആകുമോ. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫിനിഷിങ് വർക്കിലോട്ടൊക്കെ അലി എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കണ്ടു തുടങ്ങിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആ ഒരു 1.5 വർഷത്തെ മുടി പോയതിൻ്റെ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു, അതും തീർത്തു. അങ്ങനെ അലി വെട്ടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി നമ്മുടെ ഫിനിഷിങ് ലുക്കിലോട്ടൊന്ന് നോക്കി നോക്കാം. അതിൽ പറഞ്ഞാൽ അത്രയും ഒരു എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. കാരണം അങ്ങനെ ഇതൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്നുള്ള രീതിയിൽ അങ്ങനെ സംഭവം ഓക്കെ ആയിട്ടുണ്ട്. മുടി വെട്ടിയത് നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ ഓക്കെ, അടുത്ത ബൈ.